തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ മീൻ കറിയാണ്. അതിനായിട്ട് തന്നെ നമുക്ക് ആദ്യം തന്നെ ഫിഷിനെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ അയിലയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും എടുത്തിട്ട് പിന്നെ ഉപ്പും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഓരോ കഷ്ണത്തിലും ഈ മിക്സ് നമുക്ക് പുരട്ടി കൊടുക്കാം. അങ്ങനെ ഫിഷിനെ നമുക്ക് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഒരു 10 മിനിറ്റ് നേരം അതൊന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കണം. ഇതേപോലെ ഓരോ കഷ്ണത്തിലും നമുക്ക് ഒന്ന് പുരട്ടി കൊടുക്കാം. ഞാനിവിടെ അയിലയാണ് എടുത്തേക്കുന്നത്. അയില 2 പീസാക്കിയാണ് എടുത്തേക്കുന്നത്. ഇതെല്ലാം നമുക്ക് മാരിനേറ്റ് ചെയ്ത് 10 മിനിറ്റോളം ഒന്ന് മാറ്റി വെക്കണം. ഇവിടെ ഇതെല്ലാം ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യമുള്ള സാധനങ്ങൾ: തേങ്ങ, ഇത് നമുക്ക് പാല് പിഴിയാനായിട്ടാണ്. പിന്നെ വേണ്ടത് ഒരു മാങ്ങ, കറിവേപ്പില, ഒരു സവോള, 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. പിന്നെ നമുക്ക് തേങ്ങ ഞാൻ പാലാക്കി വെച്ചിട്ടുണ്ട്. ഇത് 2ാം പാല്, ഇത് 1ാം പാല്. പിന്നെ ഈ സവോള നമുക്ക് കൊത്തി അരിയണം ചെറുതായിട്ട്, പച്ചമുളക് കീറി വയ്ക്കണം, ഇഞ്ചി ചെറുതായിട്ട് അരിയണം, പിന്നെ മാങ്ങയും ഇതേപോലെ തന്നെ കൊത്തി അരിഞ്ഞു വെക്കണം ചെറിയ. ഇനി നമുക്ക് ചട്ടി നമുക്ക് സ്റ്റൗവിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചേക്കുന്നത്. അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് എല്ലാം പൊട്ടി വരുന്ന കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സവാള, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി അതിന് യോജിപ്പിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊന്ന് ഒരു 10 മിനിറ്റ് നേരം ഈ മാങ്ങ ഒന്ന് വേവിച്ചെടുക്കണം. നമുക്ക് അടച്ചു വെക്കാം. ഈ സമയത്ത് നമുക്ക് മീൻ വറുത്തെടുക്കാം. നമുക്ക് പുരട്ടി വെച്ചിരിക്കുന്ന മീൻ വറുത്തെടുക്കാം. ഓരോന്നായിട്ട് ഷാലോ ഫ്രൈ ആവശ്യമുള്ളൂ, ഡീപ്പ് ഫ്രൈഡ് ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എല്ലാ മീനും വറുത്തെടുക്കണം. അതെല്ലാം വറുക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം വറുക്കുക. ആ സമയത്തേക്ക് നമുക്ക് ഇപ്പം മാങ്ങ വെന്ത് കാണും. അപ്പോൾ അതുകൊണ്ട് നമുക്കത് തുറന്ന് നോക്കി മാങ്ങ ഇതേപോലെ ആയിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 2ാം പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് അത് മിക്സ് ചെയ്യുക. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ 2ാം പാൽ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് നന്നായിട്ട് അത് അടച്ചു വെക്കുക. അടച്ചു വെച്ച് ഒന്ന് വറ്റി വരിക. ഇതേപോലെ ആയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇനി 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1ാം പാൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് ഈ കറി ഒന്ന് കുറുകി വരണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കറി ഒന്ന് കുറുകി വരണം. ഒരു ചെറുതായിട്ടൊന്ന് തിളക്കണം. അപ്പോൾ കറി ഒന്ന് കുറുകി വരും. ആ സമയത്ത് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇതേപോലെ ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓരോ മീനായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് സ്റ്റൗ സിമ്മിലായിരിക്കണം. ഒത്തിരി ഇനിയും തിളച്ച് ഇതാകേണ്ട കാര്യമില്ല. അവിടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് എല്ലാ മീനും ഇതിനകത്ത് ഇട്ട് കൊടുത്ത് ആ എണ്ണയും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് ഇതേപോലെ ആക്കിയെടുക്കുക. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. ഇനി അതിൻ്റെ മുകളിലേക്ക് അല്പം
കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു 5 മിനിറ്റ് നേരം ഇതൊന്ന് അടച്ചു വെക്കണം. അതിനുശേഷം ഞാൻ തുറന്നതാണ്. കറി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടവും.